മൂന്നാറിൽ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന പടയപ്പയെ നിയന്ത്രിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇടുക്കിയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം. വന്യമൃഗങ്ങളുടെ ആക്രമണം തടയാൻ നിലവിൽ 10 RRTയും 2 സ്പെഷ്യൽ ടീമും ഉണ്ട്. ഇത് കൂടുതൽ വിപുലീകരിക്കും. വന്യജീവി ആക്രമണം തടയാൻ കൂടുതൽ പദ്ധതികൾ ഇടുക്കി പാക്കേജിൽ ഉൾപ്പെടുത്തുമെന്നും സർവകക്ഷി യോഗത്തിൽ തീരുമാനമുണ്ടായി. രാഹുൽ വിജയൻ ചെയ്യുന്നു. രാഹുൽ, ജനം നട്ടപ്രാന്തെടുത്തിരിക്കുന്ന സമയമാണ് ഈ ആ മേഖലയിൽ ഈ വന്യജീവി ആക്രമണം, പടയപ്പ, മറ്റേ ഇല്ലാത്ത കുറേയധികം ആനകൾ. എന്ത് നടപടി? ഇലക്ഷനാണ്, അതൊക്കെ ശരിയാണെങ്കിൽ കൂടിയും പ്രഖ്യാപിക്കപ്പെടുന്ന നടപടികൾ വലിയ ആശ്വാസം ജനങ്ങൾക്കുണ്ടാകുന്ന കാലമാണ്. എന്തു നടപടികൾ സമയബന്ധിതമായി ചെയ്യും എന്നാണ് സർവകക്ഷി യോഗത്തിൻ്റെ തീരുമാനം? ഹാഷ്മി, 2 മാസത്തിനിടെ 5 പേർ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഇടുക്കിയിലുണ്ടായിരുന്നു. ഇന്ന് അതിന്റെ പശ്ചാത്തലത്തിലൊക്കെയാണ് സർവകക്ഷി യോഗം ചേരുകയും ചെയ്തത്. ഈ യോഗത്തിൽ ഏറ്റവും പ്രധാനമായും ചർച്ചയായത് ഒരാനയുടെ പേരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇത് പടയപ്പയാണ്. മൂന്നാറിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി അക്രമം കാണിക്കുന്ന പടയപ്പയെ നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തെ ഏർപ്പാടാക്കും എന്നുള്ളതാണ് സർവകക്ഷി യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. അത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികളെല്ലാം സ്വീകരിക്കും. വനത്തിൽ തന്നെ അതിനെ നിർത്തുന്നതിന് വേണ്ടി പ്രത്യേകം ഒരു സംഘത്തെ നിയോഗിച്ചുകൊണ്ട് ഉടൻ തന്നെ ഉത്തരവിറങ്ങും എന്നുള്ളതും പറയുന്നുണ്ട്. മാത്രമല്ല, സ്പെഷ്യൽ RRTകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്കും പോയിട്ടുണ്ട്. നിലവിൽ 10 RRTയും 2 സ്പെഷ്യൽ ടീമും ഉണ്ട്. ഇത് കൂടുതൽ കാര്യക്ഷമമാക്കുക എന്നുള്ളൊരു തീരുമാനവും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നുള്ളൊരു കാര്യത്തിൽ ഈ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത പലരും സംശയം ഉന്നയിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്ത് അരിക്കൊമ്പൻ വിഷയമുണ്ടായപ്പോൾ ഇതുപോലൊരു സർവകക്ഷി യോഗം അന്ന് വനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നതാണ്. പക്ഷേ തുടർ നടപടികളൊക്കെ ഒരു അവതാളത്തിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ കാര്യക്ഷമമായി നടക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതും അത്തരമൊരു അവസ്ഥയിലേക്ക് പോകുമോ എന്നുള്ളൊരു പേടി സ്വാഭാവികമായിട്ടും ഈ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത ആളുകൾ പ്രകടിപ്പിച്ചിരുന്നു. എന്തായാലും അത്തരമൊരു സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളത് മന്ത്രിയുടെ ഉറപ്പായി തന്നെ വന്നിട്ടുണ്ട്. മാത്രമല്ല, ഈ വന്യജീവി ആക്രമണത്തിൽ പരിക്ക് പറ്റുന്ന ആളുകൾക്കുള്ള നഷ്ടപരിഹാരമൊന്നും ഇനി അധികം കാലതാമസം ഉണ്ടാകില്ല. ഉടൻ തന്നെ കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോവുകയും ചെയ്യും. മാത്രമല്ല, കൂടുതൽ ഫെൻസിങ്ങുകൾ തയ്യാറാക്കും എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഏതെങ്കിലും വിധേന ഈ ട്രെഞ്ച് ഉൾപ്പെടെ കിടങ്ങുകൾ സ്ഥാപിക്കണമെങ്കിൽ അതിനു വേണ്ടിയുള്ള നടപടികളും അടിയന്തരമായി ചെയ്യും. ഈ ഫെൻസിങ്ങുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തുകൾ ഫണ്ട് വകമാറ്റി വെക്കും എന്നുള്ള കാര്യവും മന്ത്രി പറയുകയുണ്ടായിട്ടുണ്ട്. എന്തായാലും സർവകക്ഷി യോഗ തീരുമാനത്തിൽ ഒരു നേരിയ ആശ്വാസമുണ്ട്. പക്ഷേ അത് പ്രാവർത്തികമാകുന്നത് ഏത് രീതിയിലാകും എന്നുള്ളതാണ് ഒരു ചെറിയ ആശങ്ക ആളുകൾ പ്രകടിപ്പിക്കുന്നത്. യെസ്, രാഹുൽ വിജയനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.